നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് ശബരിമല നടക്കുന്ന വിവാദം, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സ്വർണ്ണപ്പാളി കേസ്. ആക്ച്വലി ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ദേവസ്വം ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാന പ്രവർത്തന സമ്പ്രദായങ്ങളിൽ ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുകയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1949 ഒരു കവനൻ്റ്, ആ കവനൻ്റ് പ്രകാരമാണ് എന്ന് പറഞ്ഞാൽ അന്ന് രാജാവ് ഉണ്ടാക്കിയ നിയമം. ആ നിയമപ്രകാരമാണ് യഥാർത്ഥത്തിൽ ഈ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. 3 അംഗങ്ങളുള്ളതാണ് ദേവസ്വം ബോർഡ്. അതിലൊരംഗത്തെ 1971 വരെ രാജാവാണ് നിശ്ചയിക്കുന്നത്, രാജകുടുംബം. 71 പ്രീ വിവേഴ്സ് നിർത്തലാക്കിയത്. അപ്പോൾ പ്രീ വിവേഴ്സ് നിർത്തലാക്കിയോടുകൂടി ആ ഒരാളടക്കം 2 പേരെ മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാരായിട്ടുള്ള ആളുകൾ നിശ്ചയിക്കും. ഒരാൾ നിശ്ചയിക്കുന്നത് നിയമസഭയിലെ ഹിന്ദു MLA-മാരാണ്. അപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പാണ്. ഹിന്ദു മന്ത്രിമാർ 2 പേരെ നിശ്ചയിക്കുന്നു, ഹിന്ദു MLA-മാർ ഒരാളെ നിശ്ചയിക്കുന്നു. നേരത്തെ ഹിന്ദു മന്ത്രിമാർ ചേർന്ന് ഒരാളെയും MLA-മാർ ചേർന്ന് വേറൊരാളെയും രാജാവ് ഒരാളെ നിശ്ചയിക്കുമായിരുന്നു. പ്രീ വിവേഴ്സ് നിർത്തലാക്കിയതോടുകൂടിയാണ് 2 പേര് ഹിന്ദു മന്ത്രിമാർ നിശ്ചയിക്കേണ്ടതാകുന്നത്. അവർ ഈ ബോർഡിലെ അംഗങ്ങളാക്കി തീരുമാനിച്ച് ഉത്തരവിറക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനുള്ളത്, അല്ലെങ്കിൽ വകുപ്പിനുള്ളത്. എൻ്റെ വകുപ്പാണത് ചെയ്യുന്നത്. ദേവസ്വം വകുപ്പിൻ്റെ വകുപ്പ് സെക്രട്ടറി ഉണ്ട്, ഗവൺമെൻറ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി. അദ്ദേഹമാണ് ഉത്തരവിറക്കുന്നത്. അതിൽ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവിറക്കിയാണല്ലോ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരെ നിയമിക്കുന്നത്. അവർ നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു എന്നിരിക്കട്ടെ, ഒരു തെറ്റ് ചെയ്തു, ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് ചെയ്തു. അതിലൊരാൾ, അയാളെ നീക്കാൻ ഗവൺമെൻറ് അധികാരമുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് യാതൊരു അധികാരവും ഇല്ല. സർക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ഹൈക്കോടതിയിലൊരു പ്രത്യേക ബെഞ്ചുണ്ട്, ദേവസ്വം ബെഞ്ചെന്ന് പറയും, 2 അംഗങ്ങളടങ്ങുന്നത്. ആ ബെഞ്ചിലേക്ക് ഇതയക്കണം. ഇങ്ങനൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുരുതര വീഴ്ച വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടതുണ്ട്. അത് പ്രഥമ ദൃഷ്ട്യാ അതിനകത്ത് കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് അവർ തൊട്ട് താഴെയുള്ള കോടതിയിലേക്ക് അയക്കും. ആ കോടതി അത് പരിശോധിച്ച് പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെങ്കിൽ മാത്രം ഈ ബെഞ്ചിലേക്ക് തിരിച്ചയക്കും. ചുരുക്കി പറഞ്ഞാൽ, ഈ ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരാൽ നിശ്ചയിക്കപ്പെടുന്ന ഹിന്ദു മന്ത്രിമാരാൽ നിശ്ചയിക്കപ്പെടുന്ന 2 അംഗങ്ങളും ഹിന്ദു MLA-മാർ നിശ്ചയിക്കുന്ന 3 അംഗങ്ങളും അടങ്ങുന്ന ഒരു ദേവസ്വം ബോർഡിനെ നിയോഗിച്ചു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനില്ല. അത് കോടതിക്കാണ് അതിനുള്ള അധികാരമുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അധികാരം പരിമിതമാണെന്ന് സാരം. എല്ലാ ദേവസ്വം ബോർഡുകളുടെയും നിയമവും ചട്ടവും, നിയമം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചട്ടം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ് ചട്ടം ഉണ്ടാക്കുന്നത്. അതാണ് ആ ദേവസ്വം ബോർഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ദേവസ്വം ബോർഡിന് ഒരു ദേവസ്വം മന്ത്രി എന്നുള്ള ഒരു മന്ത്രിക്കുള്ളൊരു ഇതൊന്നുമില്ല. ദേവസ്വം മന്ത്രിക്കുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ മറ്റേത് വകുപ്പ്, എനിക്ക് ഞാൻ 4 വകുപ്പിലിരുന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു 6 മാസക്കാലം. അതിനുശേഷമാണ് ഈ 3 വകുപ്പിലേക്ക് വന്നത്. മറ്റ് 2 വകുപ്പുകളിലും ഫയലുകൾ ദേവസ്വം മന്ത്രിയുടെ അടുക്കലേക്ക് വരാറുണ്ട്. ഇപ്പോൾ സഹകരണ വകുപ്പിൻ്റെ ഫയൽ വരാറുണ്ട്, ടൂറിസത്തിൻ്റെ ഫയൽ വരാറുണ്ട്. ദേവസ്വം ബോർഡുകളിൽ നിന്നൊരു ഫയലും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരേണ്ട കാര്യമില്ല. ഒരു ഫയലും വരാറില്ല. വരേണ്ട കാര്യമില്ല. ആകെ നമ്മുടെ ചുമതലയെന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളെല്ലാം നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോർഡിനേഷൻ, അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും, പിന്നെ ദേവസ്വം ക്ഷേത്രങ്ങളുടെ പരിസരം, ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള റോഡുകൾ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ടും ഭക്തജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലാതെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ സമ്പ്രദായങ്ങളോ രീതികളിലോ അതിലൊന്നും ഇടപെടാൻ ദേവസ്വം വകുപ്പിനോ ദേവസ്വം മന്ത്രിക്കോ യാതൊരു കാര്യവുമില്ല. ഞാൻ ശബരിമലയാണല്ലോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം, പിന്നെ ഗുരുവായൂരും ഒക്കെ 2 ക്ഷേത്രം. ശബരിമലയിൽ ഉത്സവകാലത്താണ് ദേവസ്വം ബോർഡ് മന്ത്രി എന്നുള്ള നിലയിൽ നമുക്കവിടെ പോകേണ്ടി വരിക.
ഉത്സവം നന്നായി നടത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കണം. മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത് അവലോകന യോഗം ചേരാറുണ്ട്. അത് സന്നിധാനത്ത് ചേരുന്ന സമയമുണ്ട്, പമ്പയിൽ ചേരുന്ന അവസരമുണ്ട്, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ച് ചേർക്കാൻ ഒരു 2-3 പ്രാവശ്യം അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അവലോകന യോഗങ്ങൾ, അത് എല്ലാ വകുപ്പുകളുടെയും യോഗങ്ങൾ ചേരുന്നത്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളുമായിട്ട് ദേവസ്വം മന്ത്രിക്കോ കൂട്ടർക്കോ യാതൊരു കാര്യവുമില്ല. ഇവിടെ ഈ സ്വർണ്ണപ്പാളി വിവാദം എന്നൊക്കെ പറയുന്നത് വളരെ ബോധപൂർവം ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന പരിശ്രമമാണ്. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. ഈ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായി, ആ കവർച്ചയുണ്ടായി, അല്ലെങ്കിൽ മോഷണം ഉണ്ടായി, ഗവൺമെൻറ് എന്താ ചെയ്തത്? ഗവൺമെൻറ് ഇത് തൊട്ടാൽ പൊള്ളുന്നൊരു കാര്യമാണ്. സർക്കാർ എന്ത് ചെയ്താലും പ്രതിപക്ഷത്തിന് ആക്ഷേപം ഉണ്ടാകും. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യങ്ങൾ നേരിട്ട് ഹൈക്കോടതി ഏൽപ്പിക്കാനുണ്ടായത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ ഏൽപ്പിച്ചു എല്ലാ കാര്യങ്ങളും. ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തെ തന്നെ ഉണ്ടാക്കിയത്, SIT ഉണ്ടാക്കിയത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി. ആ ടീം ദേവസ്വം ഈ ബെഞ്ചുമായിട്ടാണ് നേരിട്ട്, ഹൈക്കോടതിയുമായിട്ടാണ് നേരിട്ട് ഇടപെടുന്നത്. ഇവിടെ അന്വേഷണ പുരോഗതി അവരറിയിക്കുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് മറ്റെല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 100% പെർഫെക്റ്റായിട്ട്, ഒരുപക്ഷെ സ്റ്റേറ്റിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മോഷണ കേസോ കവർച്ച കേസോ ഈ രൂപത്തിൽ അന്വേഷിച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. നാണക്കേടും കൂടിയാണ് മൊത്തത്തിൽ. ഈ രൂപത്തിൽ അന്വേഷിച്ച ഒരു ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഹൈക്കോടതി, നമുക്ക് ഹൈക്കോടതിയേക്കാൾ വിശ്വസിക്കാൻ പറ്റുന്ന ഏത് ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്? ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ അതിനകത്ത് ആക്ഷേപം പറയും. ആഭ്യന്തര വകുപ്പിനകത്ത് ഇടപെടൽ നടത്താൻ സാധിക്കും, അത് ചെയ്യാൻ. ഇത് ഹൈക്കോടതി നേരിട്ട് അവർക്ക് ഉത്തമ വിശ്വാസമുള്ള ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന അന്വേഷണ സംഘത്തെ ഉണ്ടാക്കുന്നു. ആ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നു. ആഴ്ചതോറും റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുന്നു. റിപ്പോർട്ട് പഠിക്കുന്നു. അതിന് ശേഷം അവരുമായിട്ട് കൂടിയാലോചന നടത്തുന്നു. എന്നിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. വീണ്ടും അന്വേഷണം നടക്കുന്നു. ഇങ്ങനൊരു അന്വേഷണ രീതിയും അന്വേഷണ പുരോഗതിയും അന്വേഷണ സംവിധാനവും നമ്മുടെ സംസ്ഥാനത്ത് ഒരു കവർച്ച കേസിലും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത്ര കുറ്റമറ്റ ഒരു അന്വേഷണ സംവിധാനം നമ്മുടെ ഈ കേസിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിൽ കുറ്റവാളികളെല്ലാം പെടുമെന്നുള്ള കാര്യത്തിന് സംശയിക്കേണ്ട. ആരെല്ലാം കുറ്റം ചെയ്തിട്ടുണ്ടോ, ആർക്കെല്ലാം അതിനകത്ത് പങ്കുവന്നിട്ടുണ്ടോ, അവരെല്ലാവരും ഈ അന്വേഷണത്തിൽ പെടും. ഒരു സംശയവും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ പ്രതിപക്ഷത്തിനും BJPക്കും ഒരു ലക്ഷ്യമുണ്ട്. അവർ ഏതിനെയും രാഷ്ട്രീയമാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അവർ പറയുന്നത്. ആദ്യം പ്രതിപക്ഷ നേതാവ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പ്രസ്താവന നടത്തി. സ്വർണ്ണപ്പാളി ഏതോ വിദേശ രാജ്യത്തുള്ള ഒരു വലിയ സമ്പന്നന് ആണ് വിറ്റിരിക്കുന്നത്, കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഞാൻ അയാൾക്കെതിരായിട്ട് ഒരു ഡെഫമേഷൻ കൊടുത്തു. ഇതുപോലൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ പറയാൻ പാടുണ്ടോ? പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് വളരെ പാവനമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു മൂന്നാം കട രാഷ്ട്രീയക്കാരൻ തെരുവിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് പോലെ ചാനലുകളുടെ മുന്നിൽ വന്ന് അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. ഉത്തമ വിശ്വാസമില്ലാതെ അയാൾക്ക് തന്നെ അറിയാം എനിക്കിതിനകത്ത് ഒരു റോളുമില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. മന്ത്രിക്ക് ഒരു കാര്യവുമില്ല, മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല അവിടുത്തെ പൂജ നടക്കുന്നത്, മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല അവിടുത്തെ പാളി ഇളക്കുന്നത്, മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല കൊടിമരം സ്വർണം പൂശുന്നത്, മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല കൊടിമരത്തിൽ മറ്റേ എന്തോ സംഗതി കിളക്കുന്നത്. ഇതൊന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല. ഇതൊക്കെ ഈ ക്ഷേത്രം അഡ്മിനിസ്ട്രേഷനാണോ? ക്ഷേത്രം അഡ്മിനിസ്ട്രേഷനും അവിടെ തന്ത്രിയുണ്ട്, അവിടെ പൂജാരിയുണ്ട്. അവർ മാത്രം അറിഞ്ഞാൽ മതി. അവരെ അറിയേണ്ട കാര്യമുള്ളൂ. പിന്നെ ബോർഡുകളുമുണ്ട്, ദേവസ്വം ബോർഡുമുണ്ട്. പരമാവധി KSRTC ബസ്സിൽ നിന്ന് ബാറ്ററി ഊരി കൊണ്ടുപോയി എന്നുള്ളൊരു കുറ്റം ഗണേഷ് കുമാറിന്റെ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയുടെ മേലെ വെക്കാൻ പറ്റുമോ എന്നുള്ള പോലെയാണോ? അതുപോലെ തന്നെയാണ്. അത്രയേ ഉള്ളൂ കാര്യം. ഇത് എത്ര 16,000 ക്ഷേത്രമുണ്ട് കേരളത്തിലെ ഈ 5 ദേവസ്വങ്ങളിലായിട്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 ക്ഷേത്രങ്ങൾ, വളരെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, പിന്നെ കുറേ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, പിന്നെ കുറേ അപ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ.
എല്ലാ ക്ഷേത്രങ്ങളിലും പൂജയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളും നടക്കുന്ന അതിനൊന്നും നമുക്ക് യാതൊരു റോളുമില്ല.